നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്ന് ഓറഞ്ച് പാൻകേക്ക് തയ്യാറാക്കിയാലോ? ബ്രേക്ക്ഫാസ്റ്റിനും ഈവനിങ് ടൈമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പാൻകേക്കാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാൻകേക്കാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദയും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കൊന്ന് അരിച്ചെടുത്തിട്ട് വരാം. മൈദയും ബേക്കിംഗ് പൗഡറും ഞാനിവിടെ 3 തവണ അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കിനി എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു പാൻകേക്കിന് വേണ്ടിയിട്ട് 1 മുട്ടയുടെ ആവശ്യമേ വരുന്നുള്ളൂ. അപ്പം ഞാനിവിടെ 1 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 നുള്ളുപ്പ്, 1 പിഞ്ച് ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. മധുരത്തിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ 2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. നമുക്ക് മധുരം നോക്കിയിട്ട് ആവശ്യം വരുന്നുണ്ടെങ്കിൽ ഇനിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ഇലക്ട്രിക് ബീറ്ററിൽ ഞാൻ ഈ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ബീറ്റർ ഇല്ലെങ്കിൽ മിക്സിയിൽ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നല്ല ഹൈ സ്പീഡിലാണ് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുട്ട നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓറഞ്ച് ജ്യൂസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട്, ഫ്രഷ് ആണ്. അപ്പോൾ ജ്യൂസ് ഒഴിച്ചതിന് ശേഷം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിനി ഇത് രണ്ടും കൂടെ ചേർത്തതിന് ശേഷം മീഡിയം സ്പീഡിൽ ഇട്ടുകൊണ്ട് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ്, അതായത് മൈദയും ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കാം. മുഴുവനും ഒരുമിച്ച് ചേർക്കണമെന്നില്ല, കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ മൈദയൊക്കെ കട്ട കെട്ടിയിരിക്കുന്നുണ്ടെങ്കിൽ, അതായത് നന്നായിട്ട് മിക്സ് ആവുന്നില്ലെങ്കിൽ നമുക്ക് വീണ്ടും ബീറ്റർ യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ലോ ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മാത്രം മതിയാകും. നന്നായിട്ട് മൈദയൊക്കെ മിക്സായിട്ട് വരും. ഇനി മിക്സിയിലാണ് ചെയ്യുന്നതെങ്കിലും അതേപോലെ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതിയാകും. ഓവറായിട്ട് കുറേ ടൈം നമ്മളത് കറക്കിയെടുക്കാൻ പാടില്ല. അങ്ങനെ നമുക്ക് നന്നായിട്ട് ബാറ്റർ റെഡിയാക്കി എടുക്കാൻ പറ്റും. ബാറ്റർ റെഡിയായാൽ അധിക സമയം വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. പെട്ടെന്ന് തന്നെ പാൻകേക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ പാൻ ഇവിടെ ചൂടായി വരുന്നുണ്ട്. പാന് ചൂടായാൽ അതിലേക്ക് ഓരോ തവി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. മാത്രമല്ല നമ്മളിത് മീഡിയം ഫ്ലെയിമിലാണ് ഇടേണ്ടത്, ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല. അപ്പോൾ ഇപ്പം നമുക്ക് കാണാം നമ്മുടെ പാൻകേക്കിൻ്റെ ഉള്ളിൽ നിറച്ചും ഹോൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഈ ഒരു സമയത്ത് നമുക്ക് ഈ പാൻകേക്ക് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കഴിഞ്ഞാൽ കാണാം നല്ലൊരു ഗോൾഡൻ കളറാണ് ഉണ്ടാവുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പാകം. ഇനി മറിച്ചിട്ട് കഴിഞ്ഞാൽ കുറേ സമയമൊന്നും ഇനി വെക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്കിത് വേഗം തന്നെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഓറഞ്ച് പാൻകേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നു. ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടി പഞ്ചസാര ചേർത്തിട്ടുണ്ടായിരുന്നു. മധുരം കുറച്ച് കുറവായിരുന്നു. അങ്ങനെ ടോട്ടൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം. വേണമെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറച്ചിട്ട് മിൽക്ക് മെയ്ഡ് കുറച്ചുകൂടെ കൂടുതൽ എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനലിൽ വേറെയും പാൻകേക്ക് റെസിപ്പീസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണം, ട്രൈ ചെയ്യണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോസ് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതേപോലെയുള്ള ടേസ്റ്റി ഈസി റെസിപ്പീസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക്